വീട്ടില് വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കരിയറിനെ എത്രത്തോളം സപ്പോർട്ടിങ് ആണ്? ഭയങ്കര സപ്പോർട്ടിങ്. പിന്നെ എപ്പോഴും വിളിച്ച് നമ്മൾ പണിയില്ലാതെ ഇരിക്കുമ്പോ ഇവർക്ക് അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വാപ്പ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് ദുബായിൽ വല്ല പണി ഞാൻ നോക്കി തരട്ടെ? ഇല്ല, രക്ഷപ്പെടും ഞാൻ, വിശ്വസിക്കെന്ന് പറയും. വാപ്പ ഈ പറഞ്ഞല്ലേ ഉമ്മ വഴിയാണ് ഞാൻ ഇങ്ങനെ ഉമ്മ ഇത്താത്ത കേട്ട് ഇവരെ കണക്ഷൻ പിടിച്ച് ഇവരുടെ ചിക്കിലേക്ക് വാങ്ങിച്ച് ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ വാപ്പ ഇതുപോലെ വിളിക്കും, ഉമ്മ വിളിക്കും, വാപ്പക്ക് നല്ല ടെൻഷനാടാ, നോക്കാം സെറ്റ് ആവും ഇപ്പൊ. പിന്നെ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്ന ഇക്കായ. വാപ്പ ഇക്കാട് സംസാരിക്കുമ്പോ ഇക്ക വാപ്പാട് പറയും, അവന് സമയം കൊടുക്ക്, ഞാൻ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം അവനെ. നമുക്കൊരു കോൺഫിഡൻസ്, അവര് പിടിവള്ളിയാണ്. അവർക്കാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേറെ എന്തെങ്കിലും ജോബ് ചെയ്യണം എന്നായിരുന്നു, അതെയോ സിനിമയിലേക്ക് വരണം? കാരണം സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺസർട്ടൈൻ ആണല്ലോ, വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ലൈക്ക് എപ്പോഴും പാരന്റ്സ് ആണെങ്കിൽ അവരുടെ മക്കള് സേഫ് സൈഡിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ ലൈക്ക് സിനിമ വേണോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്? അല്ല, അത് തന്നെയാണ് അതിന്റെ ഉത്തരം. അവർക്ക് ആ ഒരു പേടിയുള്ളവർ, ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനാണ് വാപ്പാക്കും ഉമ്മാക്കും. അവര് നോക്കുമ്പോ ശരിയാണ്, ഇതിൽ എത്ര നാൾ ഇവര് പിടിച്ചു നിൽക്കാൻ പറ്റും, അതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ ഏത് പ്രൊഫഷൻ എന്നുള്ളതൊന്നും വലിയ വിഷയമില്ലായിരുന്നു വാപ്പാക്ക്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് സിനിമകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് ആ സിനിമയുടെ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ, ഇപ്പോൾ ഒരു ഡയലോഗ് ആയിക്കോട്ടെ, ഒരു പേര് ഇടുന്നതിൽ പോലും അവർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ ഈ ആവശ്യമില്ലാതെ, എനിക്ക് തോന്നുന്നില്ല, സിനിമയൊക്കെ എപ്പോഴും എന്താണ് സമൂഹം എന്നുള്ളത് നമ്മൾ കാണിക്കുന്ന സിനിമയിലൂടെയാണ്. അതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യവും സിനിമയിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. അതിലൊക്കെ ഇടപെടുന്നത് അത് അത് തീരെ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും അതിൻ്റെതായ കാണിക്കേണ്ട രീതിയിൽ കാണിക്കണം. അത് ഒരു രീതിയിൽ നമ്മൾ വേറൊരാളെ മോശക്കാരനാക്കില്ലല്ലോ, ചെയ്യണം. അത് എൻ്റെ ഒരു അഭിപ്രായം, ആവശ്യമില്ലാത്ത ഇടപെടലുകൾ ഒന്നിലും പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇപ്പം ഇതിനകത്ത് ഇപ്പൊ ഒരു ക്യാരക്ടർ റോൾ ആണല്ലോ ചെയ്യുന്നത് JSKയില്. അപ്പം ഇനിയിപ്പം ഈ വർഷം 3 സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൊക്കെ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്? അടുത്തത് റിലീസാവാൻ പോകുന്നത് മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് ഡയറക്ടർ. അപ്പോൾ അവൻ്റെ കൂടെ നിന്ന് കൊടുക്കുക എന്ന് മാത്രമുള്ളതായിരുന്നു എനിക്ക് ആ പടത്തിലുള്ളത്. അതിലൊരു അത്യാവശ്യം അതിലൊരു ക്യാരക്ടർ പരിപാടിയാണ്, പക്ഷെ അതൊരു ഫൺ മൂവിയാണ്. കുറേ ഫ്രണ്ട്സും അതിൽ ഒരു നിശ്ചിത സമയം തൊട്ട് നിശ്ചിത സമയം വരെ ഞാൻ ആ പടത്തിലുണ്ട്. അത് നല്ല രസമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എനിക്ക് തോന്നുന്നു മറ്റേ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, കുറെ പുതിയ പിള്ളേർ. അപ്പൊ ഇവരുടെ കൂടെ ഞാൻ അടിച്ചു പൊളിച്ച് ചെയ്തൊരു പടമാണ്. ഇതൊന്നും സ്ക്രീനിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ക്രീനിന്റെ പുറത്ത് ഞാൻ ഭയങ്കര ആഘോഷിച്ചൊരു പടമായിരുന്നു മേനെ പ്യാർ കിയ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സംഭവം വരാനുള്ളത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സംഭവമാണ്. പടത്തിന്റെ പേരും സംഭവം തന്നെയാണ്. സംഭവം എന്നാണ്. അതിൽ ഈ പറഞ്ഞ ഞാന് വിനീതേട്ടൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളും. പക്ഷെ അതൊരു എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സംഭവമാണ്. അതെ. ഓക്കെ. അപ്പം ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും, എന്നാലും ഏറ്റവും കൂടുതൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ടൊരു കോ ആക്ടർ ആരായിരിക്കും? എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്റെ കൂടെ കുറച്ചു നേരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ എന്റെ ടീമിൽ ഉൾപ്പെടുത്തും ഞാൻ. അതുകൊണ്ട് എല്ലാരും ഇപ്പൊ ലാസ്റ്റ് മൂവി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വിനീതേട്ടൻ, അസീം ജമാൽ, അസീമിക്ക, അപ്പൊ ഇവരൊക്കെ എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്കും റൂമിൽ പോയാലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല, ഞാൻ പോയി ഇവരൊക്കെ റൂമിൽ പോയി കൊട്ടിക്കൊണ്ടിരിക്കും. എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചുറ്റും ആൾക്കാർ വേണം, സംസാരം, ചിരി, ഇതൊക്കെ എനിക്ക്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പം ലൈക്ക് നമ്മളിപ്പോ ഓരോ സിനിമ സെറ്റ് ആയിക്കോട്ടെ, ഓരോ സിനിമ കഴിയുമ്പോഴത്തെ നമുക്ക് ഓരോ സിനിമയിൽ നമുക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ ഉള്ളൊരു ടേക്ക് അവേ എന്തായിരിക്കും? ഇപ്പം ഈ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മേനെ പ്യാർ കിയ, നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമല്ലേ, അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഓരോ സിനിമയും ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ കോൺഫിഡന്റ് ആവും. അത് പഠിച്ച് അത് ഓരോ സിനിമ കഴിയുമ്പോഴും അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ പാഠം നമുക്ക് പഠിക്കാൻ പറ്റും. കുറെ കാര്യങ്ങളുണ്ട്, കുറെ നല്ല നിമിഷങ്ങൾ കാണും, ഫ്രണ്ട്സ് ആയിട്ടുള്ളതും സെറ്റിൽ. എനിക്ക് ഷൂട്ട് തീരുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എനിക്ക് രാവിലെ ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേക്കാത്ത ഒരാളാണ്.
എനിക്ക് പണിയെടുക്കാൻ എന്നെ പോലെ ഇഷ്ടമുള്ള ഒരാളെ ഞാൻ, കാര്യം നമ്മൾ വളരെ കുറച്ച് ദിവസമാണ് പണിയെടുക്കുന്നത് ജീവിതത്തിൽ. ആ സമയം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കറക്റ്റ് സമയത്ത് എത്തണം. എനിക്ക് സമയം ഭയങ്കര ടെൻഷനാണ്. എനിക്ക് സമയത്ത് എത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരിക്കുമോ എന്നൊക്കെ ഒരു തോന്നലുള്ളത്. അതുകൊണ്ട് ഞാൻ വാക്കിംഗ് ടൈമിൽ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഓരോ ഷൂട്ട് ചെയ്യുമ്പോഴും അതൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ഇക്കാൻ്റെ ഇപ്പം ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, ഇപ്പം ബാക്കി വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും ഒക്കെ ഭയങ്കര ഹമ്പിളായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. എപ്പോഴും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് സംസാരിക്കുന്ന, ലൈക് ബേസിക് നേച്ചർ ഇങ്ങനെ തന്നെയാണോ ശരിക്കും? പണ്ട് തൊട്ടേ ഇങ്ങനെയാണോ? പണ്ട് കുറച്ച് ജാടയായിരുന്നു എന്നൊക്കെ പറയും. ജാടയല്ല, ഞാൻ ജാട കാണിക്കുവാണെങ്കിൽ അവൻ ജാട ഇടുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്ന ഒരു ജാട ഞാൻ കാണിക്കുള്ളൂ. അത് ജാട കാണിക്കുന്നിടത്ത് ഞാൻ നന്നായിട്ട് കാണിക്കുകയും ചെയ്യും. എന്നെ ഇങ്ങോട്ട് പുച്ഛിക്കുന്നവരെ ഞാൻ ഈജിപ്തി തേക്കും. അവിടെ ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? ഇൻസിഡൻസ് അല്ല, നമുക്ക് ചിലവര് നമ്മളെങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കറിയുമ്പോൾ എനിക്കിട്ട് കൊട്ടിയാണല്ലോ സംസാരിക്കണേ. കാര്യം കുറെ ഇങ്ങനെ ഇരുന്ന് കൊട്ടുമ്പോഴത്തേക്ക് ഞാൻ പറയും മതി നിർത്തിക്കോ, ഞാൻ തിരിച്ച് കൊട്ടിപ്പറക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതൊക്കെ മറ്റേ എനിക്ക് ഇക്കാനെ പറ്റി എന്തെങ്കിലും മോശം എന്നോട് വന്ന് പറയുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഞാൻ മതി നിർത്ത്, എന്ത് എങ്ങോട്ട് കേറി പോകുന്നേ. പൊട്ടിത്തെറിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ്? ഞാൻ പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യണേ, ഞാൻ ഇൻസൾട്ട് ചെയ്ത് കളയൂരെ, അങ്ങ് ഇരുത്തി കളയും. അതായത് എന്നോട് വന്ന് ചൊറിയുന്നവൻ ലാസ്റ്റ് അവൻ ഇരുന്ന് ചിന്തിക്കണം, അയ്യോ വേണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പൊ നല്ലൊരു മറുപടി അവർ കൊടുക്കണം, അത് എന്റെ ഉറക്കം കളയുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അതായത് ഞാൻ ചുമ്മാ ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഇടികൂറുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നേരിട്ട് നമ്മളെ ചുമ്മാ ആൾക്കാർ വന്നിട്ട് ചൊറിയാനൊക്കെ ഒരുപാടൊക്കെ. അപ്പൊ നല്ലൊരു കൊട്ടു കൊടുത്ത് നമ്മള് സോഫ്റ്റ് ആയിട്ടൊരു കൊട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവന് കാര്യവും മനസ്സിലാവും, പിന്നെ വാ തുറക്കത്തുമില്ല. അതൊക്കെ എന്റെ ഒരു എന്റർടൈൻമെന്റ് ആണ്. എനിക്ക് ഈ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോ ഒരാളെ മാത്രം എയിം ചെയ്ത് അങ്ങിട്ട് കൊട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പം ആസിഫ് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2024 ആസിഫ് ഖാന്റെ ഇയർ ആയിരുന്നു തോന്നുന്നുണ്ട്. ഒരു നല്ല നല്ല ഹിറ്റ് മൂവീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇക്കാക്ക് ആസ് എ ബ്രദർ ആസിഫ് ഖാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതായിരുന്നു? ബാച്ചിലർ പാർട്ടി. ഓ അയ്യോ, അതിന്റെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. എനിക്ക് കാര്യം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ആ സിനിമ ഇറക്കുന്നത്. അതിന്റെ എല്ലാ ചാടയും ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാ ചാടയല്ല, എനിക്ക് ഇക്കടെ ക്യാരക്ടർ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ബാച്ചിലർ പാർട്ടി, കിളിപോയി ഒക്കെ ഇറങ്ങുന്നത്. നല്ല സിനിമകളെല്ലാം ഇറങ്ങിയ വർഷം അതാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. പുള്ളി കുറച്ച് എങ്ങനെ എനർജറ്റിക് പരിപാടി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആസിഫ് ചെയ്യുന്നതാണോ കാണുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലത്തെ സ്റ്റൈലിഷ് സാധനങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്ക് അതുപോലെ എങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം? നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടാവില്ല, എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യണം. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് എല്ലാം ചെയ്യണം, ഒന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്ക് എല്ലാ ഇമോഷൻസും ഇതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഒരു സ്വപ്നം, ആഗ്രഹമൊക്കെ.